എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉപ്പയും ഉമ്മയും അവരുടെ മക്കളെ ദീന് പഠിപ്പിക്കണം, ഇൽമ പഠിപ്പിക്കണം. എന്നാൽ ആ മക്കൾ നമ്മളെ ശരിയായി ആദരിക്കും, ശരിയായി സ്നേഹിക്കും. നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ മേൽ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ അടുത്ത കാലത്ത് ശവ്വാൽ മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ വീട്ടിൽ മർക്കസിൽ ഓഫീസിൽ ചെന്നു. ഒരു മീറ്റിംഗിന് വേണ്ടി ചെന്നതാണ്. ഞങ്ങളോട് ചോദിച്ചു, അല്ല ഇന്ന് ഉടനെ പോകാൻ തിരക്കില്ലാത്ത ആളുകൾ ആരൊക്കെയുണ്ട്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും തിരക്കില്ല ഉസ്താദ്, എന്താ പറയാൻ പോണത്? അത് ഞാൻ വീട്ടിലേക്ക് പോവാണ്, ഉപ്പാന്റെ ആണ്ടാണെന്ന്. നിങ്ങളെല്ലാം കൂടി വീട്ടിലേക്ക് വന്നാൽ സന്തോഷമായി. ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഉസ്താദ് സൽക്കരിച്ചു. ഉപ്പാന്റെ ആണ്ടിന്റെ അന്ന്. എത്ര വയസ്സായി ഉസ്താദിന്? ഇപ്പോഴും ഉപ്പാന്റെ ആണ്ടിന്റെ അന്ന് പ്രത്യേകം ദുആ ചെയ്ത് സവിശേഷമായി ദുആ ചെയ്യുന്നു. എല്ലാ ദിവസവും അവരുടെ ദുആകളിൽ മാതാപിതാക്കളുണ്ട്. അവർ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും മാതാപിതാക്കളുടെ എടുക്കൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അതിനു പുറമെ പ്രത്യേകമായി അവർ മരണപ്പെട്ട ദിവസം, അതാ അവർ വയോധികരായിട്ടും പ്രായമേറെയായിട്ടും ഉപ്പാനെ ഓർത്തുവെച്ച് ദുആ ചെയ്യുകയാണ്. അവർ മരണപ്പെട്ട ദിവസം ഓർമ്മ വെക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഇൽമിന്റെ നൂറ് കിട്ടിയപ്പോൾ, അള്ളാഹുവിനെ അറിഞ്ഞപ്പോൾ, അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞവരെ, ബഹുമാനിക്കാൻ പറഞ്ഞവരെ, ഓർമ്മിക്കാൻ പറഞ്ഞവരെ ഓർമ്മിക്കുകയാണ്. ഇതല്ലേ എന്റെ മാതാപിതാക്കളോട് പറയാണ്, നിങ്ങളുടെ മക്കൾ ലോകത്തെ ഭരണാധികാരിയായാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം നിങ്ങളുടെ മകൻ ഒരു ഖറവിയായ ആലിമായാൽ കിട്ടും. ഇതെന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ വയ്യ? ഇതെന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ വയ്യ? ഇനി എന്റെ മകൻ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ആളാവണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്റെ മകനെ എല്ലാവരും അറിയണം, എന്റെ മകൻ എന്നെന്നും ഓർമ്മിക്കപ്പെടണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്നാലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നവർ ആരാണ്? അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളാണ്. അവരെപ്പോലെ ലോകത്ത് വേറെ ആരെയും ഓർമ്മിക്കുന്നില്ല.